ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബനാന ചിപ്സിൻ്റെ ഒരു ചെറിയ യൂണിറ്റ്, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഭയങ്കര ഡിമാൻഡുള്ള സംഭവമാണ്, നമുക്കറിയാം. കേരളത്തിന് പുറത്തും കേരളത്തിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ബനാന ചിപ്സ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. നല്ല മാർക്കറ്റിൽ ഹൈ ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ യൂണിറ്റ് എങ്ങനെ തുടങ്ങിയിട്ട് അതിന് വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ കപ്പാസിറ്റിക്കും അനുസരിച്ച് അതിനെ വലിയ ക്യാൻവാസിൽ അതിന് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന, ഇവൻ അത് എക്സ്പോർട്ട് വരെ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്കതിനെ വൈഡാക്കി ഭാവിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ബനാന ചിപ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതി, അതിനെങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ മുതൽ മുടക്കി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ നുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബനാന ചിപ്സിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. സോ ഇന്ന് ഈ വിഷയം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു യാത്രക്കിടയിൽ ഞാൻ ഇതുപോലൊരു ചെറിയൊരു ഷോപ്പിൽ ഒരൊറ്റ ഒരാൾ നിന്ന് ഒരു ഷോപ്പ് നടത്തുന്നൊരു അവസ്ഥയിലേക്ക് കണ്ടു. അപ്പോൾ അതൊരു ബനാന ചിപ്സിൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷയം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ബനാന ചിപ്സിൻ്റെ ഒരു യൂണിറ്റിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് പുറത്തും നമ്മൾ പലവരും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പല ആളുകളും, പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പല രീതിയിലും കേരളം വിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം. ഇവരൊക്കെ നമ്മളുൾപ്പെടെ പലവരും നാട്ടിൽ ലീവ് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകാറുള്ള കുറച്ച് വിഭവങ്ങൾ, സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരൈറ്റമാണ് ഈ ബനാന ചിപ്സ് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമ്മളെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യക്കാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഒരു ബനാന ചിപ്സ് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ഇവിടുന്നാണ് ഈ ബനാന ചിപ്സ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നമുക്കൊരു ചെറിയ രീതിയിൽ, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വളരെ ചെറിയ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരൊറ്റ റൂം എടുത്തിട്ട്, ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം എടുത്തിട്ട് നമുക്കതിൽ തുടങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന, വീട്ടിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഒരു കട റൂമിലേക്ക് മാറി പിന്നെ അതിനെ വൈഡാക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ നമുക്ക് നോർമൽ ഒരു ബിസിനസ് കച്ചവട രീതി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം എടുത്ത് ഒരൊറ്റ മെഷീനാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ബാക്കിയുള്ളത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന വർക്കുകളേ ഉള്ളൂ. നമുക്കിതിൽ കൂടുതൽ ആവശ്യമുള്ളത് ഒറ്റ മെഷീൻ. അതെന്താണ്? സ്ലൈസ് ചെയ്യുന്നൊരു മെഷീൻ, ബനാന സ്ലൈസ് കട്ടർ മെഷീൻ. ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് 25,000 രൂപ മുതൽ അങ്ങോട്ട് വലിയ രീതിയിലുള്ള മെഷീൻക്കൊക്കെ ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ 50,000, 60,000 എന്നിങ്ങനെ വേണ്ട മെഷീൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇന്ത്യ മാർട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ മെഷീൻസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു മെഷീൻ, ഒരു 25,000 രൂപയുടെ മെഷീൻ, നമുക്കൊരു റൂം അഡ്വാൻസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 10-15 രൂപ, നമുക്ക് ഒരു 15,000 രൂപ 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് നമ്മളെ ചെറിയ റൂമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്കൊരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ, 50,000 രൂപയുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്നൊരു ബിസിനസ്സാണ് ശരിക്കും. ചെറിയ രീതിയിൽ നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് നമ്മളതിനെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മളെ തൊട്ടടുത്ത കടകളിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വാക്കിംഗ് കസ്റ്റമർ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള വീടുകൾ പരിസരമാക്കിയിട്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ, ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മൾക്ക് ഇതിനെ ചെറിയ രീതിയിൽ പാക്ക് ചെയ്തിട്ട്, നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2 രീതിയിലാണ് ഇതിന് വർക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ വറുക്കുന്നവരുണ്ട്, വെളിച്ചെണ്ണയിൽ വറുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റാണ്. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വറുത്ത് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലോട് കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഈ ഒരു ചെറിയൊരൊറ്റൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി നമ്മളതിൻ്റെ തൊലി ഒലിച്ച് നമ്മളതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വരും. നേരെ
അത് ചട്ടിയിൽ വീണത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾക്ക് ഓയിലാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമാണ് അതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെ ചെറിയ രീതിയിൽ നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അത് എങ്ങനെ സെയിലാവുന്നു അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഓരോ ദിവസം അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കൂടുന്നു. നമുക്കതിനെ വളരെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ നമ്മൾക്ക് കുറച്ച് ഭാവിയിൽ നമുക്കിതിനെ വലിയ രീതിയിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടിങ് രീതിയിൽ നമുക്ക് പുറത്തേക്ക് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എല്ലാം കഴിയുന്ന രീതിയിലുള്ളൊരു ബിസിനസ്സാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങി ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു അതിനുള്ളിലുള്ള സ്ക്വയർ ഫീറ്റിൽ റൂമുകൾ എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് വരുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റി ഇനി വേറെ ഫണ്ടിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കിതിന് വളരെ വലിയ രീതിയിൽ വൈഡായിട്ട് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയാണ് ഈ ബനാന ചിപ്സ് എന്നുള്ളത്. നല്ല മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള വളരെ ഡിമാൻഡ് കൂടിയിട്ടുള്ള ഒരു സ്നാക്സ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഐറ്റമാണ് ബനാന ചിപ്സ് എന്നുള്ളത്. മലയാളീസിൻ്റെ വളരെ തനതായിട്ടുള്ള ഒരു ഐറ്റം കൂടിയായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഇപ്പോൾ അത് വീട്ടിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു മിനിമം ഒരു 10 കിലോനൊക്കെ നമുക്ക് ദിവസം നമുക്ക് വിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 കിലോ ചിപ്സുമ്പോൾ നമുക്കൊരു ആവറേജ് ഒരു 100 റുപ്പീസ് നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് കയറും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് എക്സ്പെൻസും മറ്റുള്ള എക്സ്പെൻസൊക്കെ കൂടി നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 രൂപക്ക് വരെ ലാഭം കിട്ടുന്ന ഒരു ഐറ്റമാണ് ബനാന ചിപ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 10 കിലോനൊക്കെ നമ്മൾക്ക് വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാക്കറ്റുകളാക്കിയിട്ടും അല്ലെങ്കിൽ വീടുകളിലും നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മുടെ ലോക്കൽ ഏരിയകളിൽ നമുക്കിതിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം ഒരു 1000-1500 രൂപയിൽ കുറഞ്ഞൊരു കളിയില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഈ ചിപ്സിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മളീ പറയുന്ന 10 കിലോനല്ല, ചിലപ്പോൾ അതിൻ്റെ എത്രയോ മുകളിലേക്ക് ഡെയിലി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ചിപ്സിൻ്റെ കടകൾ നമ്മുടെ നാട്ടുമ്പുറത്തും പ്രദേശങ്ങളിലും സിറ്റിയിലും ടൗണിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ എന്ന് വിചാരിച്ച് ഒരുപാട് കടയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും സ്കോപ്പില്ല എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഈ ചിപ്സിൻ്റെ ഡിമാൻഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പലരും പല രീതിയിലാണ് ഇതിൻ്റെ ചിപ്സ് മാനുഫാക്ചർ നടക്കുന്നത്. കാരണം പല രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റുള്ളത്. ഓയിലിൽ വറുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വറുക്കുന്നവരുണ്ട്, വെളിച്ചെണ്ണയിൽ വറുത്ത് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്നവരുണ്ട്, നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഇതിനെ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചെറിയ രീതിയിൽ ഒരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമൊക്കെ എടുത്ത് ഒരു മെഷീനൊക്കെ മേടിച്ച് അതിൻ്റെ റോ മെറ്റീരിയൽ പഴങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ബനാന ചിപ്സ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ സ്ലൈസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, ഫ്രൈ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, അതുപോലെ അതിനെ തൊലിയിലിക്കുന്ന മെഷീൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അത് വലിയ നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ബിസിനസ് പ്ലാനാണ്, അതിനനുസരിച്ചുള്ള മെഷീനാണ് നമ്മൾ വാങ്ങേണ്ടത്. വലിയ രീതിയിൽ നമുക്കതിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു 10 ലക്ഷം രൂപ മുതൽ ഒരു 6 ലക്ഷം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 15 ലക്ഷം രൂപ വരെയുള്ള രീതിയിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വൈഡായിട്ട് നമുക്ക് നല്ല ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലും വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ വലിയ രീതിയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അതിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം എടുത്ത് വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബനാന ചിപ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.